ഏട്ടനായിരുന്നു. ഹലോ ഏട്ടാ. സച്ചു എടാ, നീ എപ്പോഴാ തിരിച്ചു വരിക? എപ്പോഴാ തിരിച്ചു വരാന്നോ? എന്റെ ഏട്ടാ ഇന്നലെ വൈകിട്ടില്ല ഞാൻ വീടെത്തിയത്. എന്നിട്ട് വന്നിട്ട് എവിടെയും പോവാനും പറ്റിയില്ല. ഇപ്പോഴും ഫ്രണ്ട്സിനെ കാണാൻ ഇറങ്ങിയതാ. കുഞ്ഞൂസ് അവിടെ അച്ഛനും അമ്മൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഇപ്പഴാ ഞാൻ ഒന്ന് ഫ്രീ ആയത്. എന്നൊരു കാര്യം ചെയ്, ഇന്ന് എല്ലാവരുടെയും പോയിട്ടേ നാളെ രാവിലെ തിരിച്ചു വരുമോ? ഒന്ന് പോയേട്ടാ. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാ കമ്പനിന്ന് ഒരാഴ്ച ലീവ് കിട്ടിയത്. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് 5-6 മാസമായില്ലേ. ഒരു കാര്യം ചെയ്യാ, അടുത്ത ശനിയാഴ്ച ഞാൻ അങ്ങോട്ട് വരാ. ശനിയാഴ്ചയോ? എടാ സച്ചു, അത്ര ദിവസം ഒന്നും കാണാതിരിക്കാൻ പറ്റില്ലടോ. നീ ഒരു കാര്യം ചെയ്യോ, നാളെ വൈകുന്നേരം വന്നാ. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്തായാലും ഈ സ്നേഹം എപ്പോഴും ഉണ്ടായാൽ മതി. ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നും പറയുന്നില്ല. ശരി. വല്ലാത്തൊരേട്ടൻ തന്നെ. പൂർവ്വ വിദ്യാർത്ഥി സംഗമം. നമ്മളും സ്കൂളും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ഗെറ്റ് ടുഗദർ കിട്ടിയിട്ടില്ല. അതിന് ഓരോരുത്തർ എവിടെയെന്ന് ആർക്കറിയാം. സച്ചു, ഭക്ഷണം എടുത്ത് വെച്ചേട്ടോ, പോവാ സമയായി. എന്ത് മര്യാദക്ക് വീട്ടിൽ പോയ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് ഏട്ടൻ ജോലിക്ക് പോയേ? നടന്ന എന്നെ ഏട്ടൻ വേഗം ഓഫീസിലേക്ക് വിളിച്ചിട്ടേ ലീവ് പറയാൻ നോക്ക്. എന്റെ സച്ചു, ഞാൻ ലീവിന് ചോദിച്ചാ, പക്ഷെ കിട്ടിയില്ലടോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് ഇനിയും 4 ദിവസം ലീവ് ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനാ? ഏട്ടൻ എന്തേലും പറഞ്ഞ് ലീവ് എടുത്തോ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവേ. അയ്യോ പോലെ മോളെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ലീവ് എടുക്കാം. നീ വന്നപ്പോ എനിക്ക് സന്തോഷമായത്. സത്യം പറഞ്ഞാ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. മതി സൂചിപ്പിച്ചത്. പേപ്പർ വായിച്ചു കഴിഞ്ഞെങ്കിലേ വേഗം പോയി കുളിക്കാൻ നോക്ക്. നമുക്ക് പുറത്തു പോവാന്ന്. നമുക്ക് മലമ്പുഴ പോവാല്ലേ? ഈ ചൂടത്ത് മലമ്പുഴക്ക് പോയാൽ നല്ല രസമായിരിക്കും. നമുക്ക് ലുലു മോളിൽ പോവാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാലോ. എന്നാ ലുലു മോളിൽ പോവാ. നീ പോയിട്ട് കുഞ്ഞിനെ എണീപ്പിച്ചോ. കുഞ്ഞിനെയൊക്കെ ഞാൻ എണീപ്പിച്ചോളാം. ഏട്ടൻ വേഗം കുളിക്കാൻ നോക്ക്. ഓക്കെ കുഞ്ഞു, ഇഷ്ടായോ? അമ്മടാ, ഇച്ചിരി ഫോണായിരുന്നു. ഇതല്ലേ? ഹലോ, ഇല്ല എനിക്ക് മനസ്സിലായില്ല. ഷിജു 10 സീൽ പഠിച്ചു. എടാ കണ്ണാ, എടാ പഠിപ്പി നീയാ? എടാ നിനക്കതിന് എന്റെ ഫോൺ നമ്പർ കിട്ടി? ഫേസ്ബുക്കിന്നാ? എടാ എന്തായാലും വലിയ സർപ്രൈസ് ആയിട്ടോ. അല്ല ഇപ്പൊ വിളിക്കാൻ കാരണം? എടാ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്റെ നമ്പർ കൂടെ ആഡ് ചെയ്യട്ടെ എന്നിട്ട് വിളിച്ചായിരുന്നു. അതൊക്കെ എന്ത് ചോദിക്കാനാ ബ്രോ, നീ ആഡ് ചെയ്തോ? അല്ല നമ്മുടെ ഗ്രൂപ്പിന് മാത്രം മീറ്റപ്പ് ഇല്ലാത്തുള്ളേ. അല്ല ബാക്കിയുള്ളവരൊക്കെയോ നമ്പർ കിട്ടിയാ? അടിപൊളി. എപ്പോഴാണ് പരിപാടി ഉണ്ടാകാ? ആണോ? ഞാനുണ്ടാവും. ഓക്കെ ബ്രോ. ഓക്കെ എന്നാ മീറ്റപ്പിന് കാണാം. ശരി. ഭയങ്കര ഹാപ്പി ആണല്ലോ ഏട്ടാ. ആരാ വിളിച്ചത്? അത് സച്ചു, 10ാം ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ചൊരു കമ്പനിക്കാരനെ കണ്ണൻ വന്നിട്ട് ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി വിളിച്ചാ. മീറ്റപ്പ് ഒക്കെ നല്ല തന്നെ, പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് ഓരോ ന്യൂസ് കേൾക്കുന്നില്ലേ, അതുകൊണ്ട് സൂക്ഷിച്ചാ മതി. അങ്ങനെയൊന്നുമില്ലടോ, ഞങ്ങളെ കണ്ടിട്ട് കുറെ കാലമല്ലേ, അപ്പൊ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ ആഡ് ചെയ്തല്ലോ. ഹലോ ബിബി, ഓർമ്മയുണ്ടോ? കണ്ണാ, ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് തന്നെ അല്ലേ? മേലെ അല്ലേ?
എല്ലാരും എത്തിയോ? ആ കണ്ടോ. ഹലോ, എന്നെ മനസ്സിലായോ? എന്താ ശ്രീതു അങ്ങനെ പറഞ്ഞേ? നിന്റെ സൗണ്ട് ഞാൻ മറക്കുവോ? അതെ, ഇന്നലെ കണ്ടതിന് ശേഷം നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അതാ ഞാൻ വിളിച്ചത്. സത്യം പറഞ്ഞ ഇന്നലത്തെ ഗെറ്റ് ടുഗദറിന് ശേഷം ഞാനും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. മുകേഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരി കാര്യങ്ങൾ മനസ്സിലായത്. ആക്ച്വലി അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഓക്കെ പറയായിരുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്കറിയാലോ, ഇന്നത്തെ പോലെ ആ കാലത്തൊന്നും ധൈര്യമില്ലല്ലോ. പെൺകുട്ടിയോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര പേടിയാ. ഞാൻ വിചാരിച്ചു വൺ സൈഡാണെന്ന്. അതാ ഞാനും പറയാതിരുന്നത്. അല്ല, ശ്രീധന്റെ മാരീഡ് ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മൂപ്പര് ഫുൾ ടൈം ബിസിനസിന്റെ ബാക്കില്. നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ ടൈമേ ഇല്ല. കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. വേറെന്താ വിശേഷം? ഓ, ശ്രീതു വൈഫ് വിളിക്കുന്നടാ, ഞാൻ പോട്ടെ. ഓളൊരു വെറുപ്പിക്കൽ തന്നെയാണ്. ശരി, ഞാൻ കുറച്ചു നേരം വിളിക്കണ്ട. ഫോൺ എടുക്കണേ. ശരി എന്നാ. ശരി. വൈഫ് മോളിലാണുള്ളത്. ഓളെന്താ അടിക്കുക തുടക്കുകയോ ചെയ്യാ. കുഞ്ഞുറങ്ങി. അത് വിടറോ. നിന്റെ കാര്യം പറയാ. ഏട്ടാ, എന്താ സച്ചു? ഏട്ടന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്താ സച്ചു അന്ന് നീ അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ എന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ? ആദ്യമൊക്കെ ഫുൾ ടൈം എന്റെയും കുഞ്ഞിന്റെയും കൂടെയായിരുന്നു. ഇപ്പൊ ഓഫീസ് വിട്ട് വന്ന ഏട്ടൻ ഫോൺ എടുത്ത് ഒറ്റ പോക്കാ. എനിക്കെന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലൊരു ഫീല്. അതുകൊണ്ട് ചോദിച്ചതാ. അത് സച്ചു, എനിക്ക് ഓഫീസിൽ ഒരു പുതിയ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ബാക്കിലാ. അതുകൊണ്ടാ. എത്ര വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും ഏട്ടൻ എന്നെയും കുഞ്ഞും കഴിഞ്ഞിട്ട് വേറെ എന്തുണ്ടായിരുന്നുള്ളൂ. അത് പോട്ടെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തോ? അല്ലടാ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ എന്തിനാ പുറത്ത് പോന്നേ? ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലാ. പിന്നെ ഇങ്ങോട്ട് വന്നാലും ആകെ ഒറ്റപ്പെട്ട പോലൊരു ഫീലാ. ഏട്ടൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയാ ഞാൻ ചിലപ്പോ ഓക്കെ ആവും. അല്ലെങ്കിലും കുറെ ആയില്ലേ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ട്. അത് നീ ഒരു കാര്യം ചെയ്യ്. ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് എന്റെ വീട്ടിൽ പോയി നിൽക്ക്. അവിടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നീ എപ്പോഴാണ് ഓക്കെ ആന്ന് എന്നിട്ട് തിരിച്ചു വന്നാൽ മതി. The number you have dialed is currently busy. Please try later. എന്താ മേമ കരയണ്? ഒന്നുമില്ലടാ. മേമ ചെറിയച്ഛൻ എപ്പോഴാ വരുന്നേ? മോള് കുഞ്ഞിന്റെ അടുത്ത് വെക്കോ, മേം ഇപ്പൊ വരാം.
അല്ല ഇപ്പൊ ഇവിടെ ആരും ലോള് വീട്ടിൽ പോയിരിക്കല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. ആ അച്ചു, നീയാ? എന്താ കാര്യം? ഏട്ടാ ഒന്ന് കാർ തരുമോ? അത്യാവശ്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാ. ഹോസ്പിറ്റലിലേക്കോ? എന്താ അച്ചു, പ്രശ്നമുണ്ടോ? ഒന്നും പറയണ്ട ഏട്ടാ, ആകെ പെട്ട ഒരു അവസ്ഥയായി പോയി. എന്താടാ, എന്താ പ്രശ്നം? എന്റെ ഒരു കഷ്ടകാലത്തിന് 10ാം ക്ലാസ് പഠിച്ച എല്ലാവരും തമ്മിൽ ഒരു മീറ്റപ്പ് നടത്തി. ഇപ്പൊ അതില് രണ്ടുപേര് തമ്മിൽ ഒടുക്കത്തെ പ്രണയം. പ്രേമല്ലടോ, അതൊക്കെ ഇപ്പൊ ഉള്ളതല്ലേ. അതിലിപ്പോ എന്താ തെറ്റ്? അതല്ല ഏട്ടാ, രണ്ടാൾക്കും കല്യാണം കഴിഞ്ഞതാ. ഇതിപ്പോ ഇവന്റെ ബന്ധം അവന്റെ ഭാര്യക്ക് അറിഞ്ഞിപ്പോ കൈമുറിച്ചിട്ട് പൈസയില് കിടക്കുക. അച്ഛൻ ഒരു മിനിറ്റ്. എന്റെ ഏട്ടാ, ഞാൻ ഇപ്പൊ 2 കുടുംബമാണ് ഇല്ലാണ്ടായത്. ഇനിയിപ്പോ ജീവിതത്തിൽ ഞാൻ മീറ്റപ്പ് പറഞ്ഞ പരിപാടി നടത്തില്ല. ആദ്യം പോയിട്ട് ആ ഗ്രൂപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അമ്മ എല്ലാം എടുത്തു വെച്ചല്ലേ? സച്ചു, അമ്മ ഞാൻ ഇറങ്ങാണേ, സമയായി. സച്ചു, സച്ചു ഒന്ന് നിക്ക്. സച്ചു എന്താടി മിണ്ടാതെ പോകുന്നത്? ഞാൻ നിന്റെ ഭർത്താവാ. ഭർത്താവാണെന്ന് ഇപ്പോഴാണോ തോന്നിയത്? ഞാൻ വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞില്ലേ? ഒരു ദിവസം പോലും നിങ്ങൾ എന്നെ വിളിച്ചോ? അങ്ങോട്ട് വിളിക്കുമ്പോ ഫുൾ ടൈം ഫോൺ ബിസി അല്ലേ? സച്ചു എടി, നിന്ന് പരിങ്ങണ്ട. ഭർത്താവിന് ചെറിയ മാറ്റം വന്നാൽ പോലും അത് ഞങ്ങൾ ഭാര്യമാർക്ക് അറിയാൻ പറ്റും. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആദ്യമൊക്കെ കുറച്ചു ദിവസം ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ജീവിതം പോലും അവസാനിപ്പിച്ചാലും തോന്നി. പിന്നെ വിചാരിച്ചു, നിങ്ങൾ ചെയ്യുന്ന ഓരോ തോന്നിയാസത്തിന് ഞാൻ എന്റെ ജീവിതം ഇല്ലാതാക്കുന്നത്. എന്റെ സച്ചു, ഈ ചെറിയ കാര്യത്തിൽ നീ എന്തിനാ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ചെറിയ കാര്യോ? ഈ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കായിരുന്നോ? അല്ലടാ, അത് ആ മീറ്റപ്പും ആ വാട്സപ്പ് ഗ്രൂപ്പും കാരണം ആ ഗ്രൂപ്പെ ഞാൻ ഡിലീറ്റ് ആക്കി. ഇതുപോലെ മീറ്റപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കേട്ടാ. പക്ഷെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും മറന്നുകൊണ്ട് ഇങ്ങനെ തോന്നിയാസം കാണിക്കണതേ, അത് നിങ്ങളുടെ മാത്രം തെറ്റാ, അല്ലാത്ത ആ ഗ്രൂപ്പിന്റെ അല്ല. സച്ചു, ഒരു പെണ്ണ് കരച്ചിൽ നിർത്തി പ്രതികരിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, പിന്നെ അവളുടെ അത്ര സ്ട്രോങ് ആയിട്ട് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഉണ്ടാവില്ല. ഭർത്താക്കന്മാർ ഇതുപോലെ എന്ത് തോന്നിയാസം ചെയ്താലും അവസാനം ഒരു സോറി പറച്ചിലിൽ ഭാര്യമാർ എല്ലാം ക്ഷമിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അവരെ കൊണ്ട് ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. സ്ത്രീകൾ കരച്ചിൽ നിർത്തി എന്നിതുപോലെ പ്രതികരിക്കാൻ തുടങ്ങുന്നോ അന്ന് ഇതിലേക്ക് ഒരു മാറ്റം വരൂ. അല്ലാതെ ഉപദേശിച്ചിട്ടോ കരഞ്ഞ് കാല് പിടിച്ചിട്ടോ ഒന്നും ഇവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സ്ഥാനത്ത് നിങ്ങൾ ഭാര്യമാരായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഓരോ സ്ത്രീകളും താനെ പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് നൽകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.